അല്പസമയം ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് നമുക്ക് വായിച്ചൊന്ന് കേൾപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം സ്തോത്രം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യവും ഒന്ന് ചേർത്ത് വായിക്കാമല്ലോ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 33-ാമത്തെ വാക്യവും കൂടി അല്പസമയം ചിന്തയ്ക്ക് ആധാരമായി ഒരാൾ വായിച്ച് കേൾപ്പിക്കാം. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. 8:33. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ആമേൻ. 2 ദൂത് പറയണമെങ്കിൽ 1 മണിക്കൂറിലധികം എനിക്ക് സമയം എടുക്കേണ്ടി വരുമെങ്കിലും വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അല്പസമയം ഞാൻ നിങ്ങളോട് ഈ ദൂത് പ്രസ്താവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ പ്രാരംഭ സമയം ഞാൻ ആത്മീയമായി ഒരു ദൂത് കൈമാറാം. യൂട്യൂബിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ദൈവം ഇന്ന് പകലിൽ ഈ വിടുതൽ നിന്റെ മേൽ അയച്ചിരിക്കും. ഉറപ്പുള്ളവർ ഈ യോഗത്തിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. ഒന്ന്, വിളിക്കപ്പെട്ടവരുമുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട്. ഹലോ, വിളിക്കപ്പെട്ടവരുമുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട്. ആമേൻ. വിശുദ്ധ ബൈബിളിൽ നാം അറിയാതെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വിശുദ്ധ ബൈബിളിൽ നമ്മൾ അറിയാതെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. പക്ഷേ നമ്മളാണെങ്കിലോ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ക്വാളിറ്റി നോക്കിയ, അവസ്ഥ നോക്കിയ, സാമ്പത്തികം നോക്കിയ നമ്മൾ ചിലരെ തെരഞ്ഞെടുക്കുന്നേ. മനസ്സിലായില്ല? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് വേറെ, കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് വേറെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആർക്കും വേണ്ടാതെ കിടന്ന നിന്നെ, ലോകം കൈവിട്ട നിന്നെ, കുടുംബക്കാർ തള്ളിക്കളഞ്ഞ നിന്നെ, സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയ നിന്നെ യേശുവിനെ ദൈവവും രക്ഷിതാവായി സ്വീകരിച്ചത് കാരണം കുടുംബക്കാർ ഇറക്കിവിട്ട് പാരമ്പര്യ പള്ളിക്കാർ നിന്നെ പറയാതെ വേണ്ട അവൻ ദുഷിച്ച് പറഞ്ഞ അതേ അനുഭവത്തിൽ അവൻ നിന്നെ തള്ളിക്കളഞ്ഞവളായി, തകർക്കപ്പെട്ടവനായി, ഒറ്റപ്പെട്ടവളായി ഈ സന്ദേശം കേൾക്കുമ്പോൾ സ്നേഹിത സഹോദരി, യേശു നിന്നെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്നെ ദൈവം തെരഞ്ഞെടുത്തത് എന്റെ ക്വാളിറ്റി നോക്കിയിട്ടല്ല. ആമേൻ. ഹല്ലേലൂയ. പകരം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതെല്ലാം അവൻ ക്വാളിറ്റി നോക്കും, സ്ഥാനമാനങ്ങൾ നോക്കും, അവൻ സാമ്പത്തികം നോക്കും, നിലവാരം നോക്കും. എന്നാൽ ഇതൊന്നും എന്റെ ദൈവത്തിന് പ്രശ്നമല്ല. നീ എവിടെ ആയിരിക്കുന്നുവോ, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയോ, കുടുംബക്കാർ, അമ്മായി അമ്മമാർ, അമ്മായി അപ്പന്മാർ, നിന്റെ സ്വന്തം സഹോദരങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തിയാലും അവൻ നിന്നെ ഒറ്റപ്പെടുത്താതെ, നിന്നെ തള്ളിക്കളയാതെ നിന്നെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയൂ, കർത്താവായ യേശു 2009 വർഷം അവൻ എന്നെ തെരഞ്ഞെടുത്തത് അവൻ എന്നിൽ കൂടി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനാ. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമൈതലേ, ആർക്കും വേണ്ടാതെ കിടന്ന നിന്നെ പരിഹാസത്തിന്റെയും നിന്ദയുടെയും അപവാദത്തിന്റെയും പ്രതിസന്ധിക്കകത്ത് നീ ഒറ്റപ്പെട്ടവളായി, നീ തകർക്കപ്പെട്ടവളായി, നീ രോഗി
രോഗിയായി നീ അനുഭവിക്കേണ്ട അതേ വിഷയത്തിന്റെ മുമ്പിൽ പരിഹാരമില്ലാതെ വന്ന നിന്നെ തകർത്തുടച്ചു കളഞ്ഞ അതേ മണ്ഡലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ തൊടുകയാ. കരമടിക്കാൻ പറ്റുന്നവർ കരമടിച്ച് ആത്മീയ സന്ദേശം സ്വീകരിക്കുക. ആമേ, യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന സഹോദരി, ആമേ, നീ തകർന്നിരിക്കുന്നവളാണോ? നിന്റെ തകർന്നിരിക്കുന്ന വിഷയത്തെ, കൈവിട്ടു പോയ ചില വിടുതലുകളെ, നഷ്ടപ്പെട്ടു പോയ ബിസിനസ്സിനെ ദൈവം തിരിച്ചു മടക്കിക്കൊണ്ടുവരുന്ന ആമേ ഒരു മാസമാണ് ഈ 6-ാം മാസം. ഹല്ലേലൂയ. കുണ്ടാങ്കടവിൽ നിന്ന് കടന്നു വന്ന ആൻറ്റി, ഈ മാസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്നതാ പ്രത്യേകത? ഇത് 6-ാം മാസം. പ്രൈസ് ദി ലോർഡ്. 6-ാം മാസത്തിലാണ് ദൈവപുത്രനായ ക്രിസ്തു ഉരുവാകപ്പെട്ടത്. എവിടെ? നസ്രത്തിൽ. ആമേ സ്തോത്ര. കന്യകയായ മറിയയുടെ ഉദരത്തിൽ നസ്രേനായ യേശു ഉരുവാകപ്പെട്ടു. ആമേ, ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നദരയിൽ ഫിലിപ്പോസിനോട് ചോദ്യം ചോദിച്ചു. ആമേ സ്തോത്രം. ദൈവദാസന് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ആമേ, ദൈവദാസന്റെ മറുപടി, ഫിലിപ്പോസ് കൊടുത്ത മറുപടി, വന്നു കാണുക, വന്നു കാണുക. ദൈവപുത്രനായ ക്രിസ്തു നിനക്ക് വേണ്ടി 6-ാം മാസം കന്യകയായ മറിയത്തിൽ ജനിക്കപ്പെട്ടെങ്കിൽ ആ സന്ദേശം മറിയത്തിന്റെ കൂട്ടുകാരി എലിസബത്ത് കേൾക്കുമ്പോൾ അവളെ ഉദരത്തിൽ പിള്ള തുള്ളിയെങ്കിൽ ഇന്ന് പകൽക്കാല പ്രതീക്ഷയില്ലാതെ ആമെ വർഷങ്ങളായി ആമെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ഒരു തലമുറ പോലും ഇല്ലാതെ വന്ന നിന്നെ ഒതുക്കി വച്ചിരിക്കുന്ന ചില മേഖലകൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമെ കുടുംബത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് അത് അഴിഞ്ഞു ഉടഞ്ഞു വരികയോ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം തെരഞ്ഞെടുത്തവനെ ദൈവം നിരാശപ്പെടുത്തത്തില്ല. നിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം ദൈവം ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്താൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയില്ലാതെ, ആമേ ഹല്ലേലൂയ, വിടുതലില്ലാതെ നീ തകരപ്പെട്ടവനായി അടച്ചുപൂട്ടിയ ആ വീട്ടിനകത്ത് മാളിക മുറിക്കകത്തിരുന്ന് ദൈവദാസനെ, ദൈവദാസിയെ, ഒരുപക്ഷെ നീ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവളായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തുവെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു വാതിലും ഇതുവരെ തുറന്നിട്ടില്ല എങ്കിൽ, എന്നാൽ ആത്മനിയോഗത്തിൽ പറയാ, ഇന്നലകളിൽ വരെ മറ്റുള്ളവർ ചെയ്തതിനേക്കാൾ നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാൻ ആത്മനിയോഗത്തിൽ ഒരു വെളിപ്പാട് പറഞ്ഞാൽ എത്ര പേർ അത് സ്വീകരിക്കാൻ പറ്റും? അങ്ങനെയുള്ളവർ കരമടിച്ച് ഇന്ന് പകൽക്കാലം ആ ദൂതുകളെ സ്വീകരിക്കട്ടെ. ശുശ്രൂഷയില്ല എന്ന് പറഞ്ഞ് ദൈവം നിന്നെ മാറ്റി നിർത്തത്തില്ല. കാരണം നിന്നെ തെരഞ്ഞെടുത്തത് എന്റെ അപ്പനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, വേഗത്തിൽ ഒരാൾക്ക് എന്നെ ഒന്ന് സഹായിക്കാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 12-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 9:12. യെസ്. അവർ, ശ്രദ്ധിച്ചേ, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവർ കണ്ടിരിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹലോ, നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുറിക്കകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുന്നത് കണ്ടോ? ദൈവം നിന്നോട് സംസാരിക്കുന്നത് കണ്ടോ? ഹലോ, എന്റെ ദൈവദാസനെ, എന്റെ ദൈവദാസിയെ, എന്റെ പ്രവാചക, ഒരുപക്ഷെ നീ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിനക്ക് കൈമാറിയ ശുശ്രൂഷ, അത് പ്രവചനമായിക്കോട്ടെ, ഭൂതങ്ങളുടെ മേലുള്ള അധികാരമായിക്കോട്ടെ, നീ ഒരു സുവിശേഷകനാകട്ടെ, നീ ഒരു അപ്പോസ്തലനാകട്ടെ, നീ ഒരു ഉപദേശകനാകട്ടെ, നീ ഒരു ഉപദേഷ്ടാവട്ടെ. പലരും പറഞ്ഞു ആ ദൈവദാസന്റെ കൃപ പോയി.
പലരും പറഞ്ഞു ആ ദൈവദാസൻ മുമ്പത്തെ പോലെ വെളിപ്പാടില്ല, ഇപ്പോൾ പ്രവചനമൊന്നും ശരിയായി വരുന്നില്ല. മനുഷ്യൻ വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിക്കുമ്പോൾ ആമെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ വിളിച്ചു പറയോ, നീ പറഞ്ഞ വെളിപ്പാട് മാറത്തില്ല, നീ പറഞ്ഞ ഹല്ലേലൂയ പ്രവചന ആമെ ഹല്ലെ പുച്ഛിച്ചത് ഞാൻ തള്ളിക്കളയത്തില്ല. നീ എന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്റെ നാവിൽ പ്രവചനം തന്നിട്ടുണ്ടെങ്കിൽ അതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. ഒരൽപ്പം നിരാശ വന്നത്, ഒരൽപ്പം ഞെരുക്കം വന്നത് ദൈവത്തിന് നിന്നെ കൂടി പ്രവർത്തിക്കാനുണ്ട്. രാജാക്കന്മാരുടെ അരമനയിൽ ചെന്ന് കഴിഞ്ഞ നാളുകളിൽ ആമെ പ്രവചനം പറഞ്ഞ ദൈവദാസ, ഇന്ന് പകൽ അല്പം ക്ഷീണം വന്നപ്പോൾ, അല്പം ബലഹീനത വന്നപ്പോൾ, മറ്റുള്ളവർ നിന്നെ കളിയാക്കിയപ്പോൾ, മറ്റുള്ളവർ നിന്നെ നിന്ദിച്ചപ്പോൾ നീ അതിനകത്ത് തകർന്നു പോകരുത്. കാരണം നിന്നെ തെരഞ്ഞെടുത്തത് ഇവിടത്തെ ഒരു പാസ്റ്റർ അല്ല, ഇവിടത്തെ ഒരു സംഘടനയല്ല, ഇവിടത്തെ ഒരു മതങ്ങളല്ല, എന്റെ ദൈവമാണ്. ഒരു മനുഷ്യൻ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ഇടപെടൽ കണ്ടോ. ആ ഇടപെടൽ എന്താ? ഒന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 9:10 മുതൽ ഒന്ന് വായിച്ചേ. 9:10 മുതൽ അപ്പോസ്തല പ്രവൃത്തി 9:10 മുതൽ ഒന്ന് വായിച്ചേ. യെസ്. എന്നാൽ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിലേക്ക് ചെന്ന് വീട്ടിൽ. ശ്രദ്ധിച്ചേ, ആ 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. അവൻ വിളി കേട്ട് കർത്താവ് അവനോട് നീ എഴുന്നേറ്റ്. പിടികിട്ടിയോ? അപ്പോൾ അനന്യാസ് എന്ന ദൈവദാസൻ എവിടെയായിരുന്നു ദൈവദാസനെ? അവൻ പ്രാർത്ഥന മുറിക്കകത്തായിരുന്നു. ഹലോ, ഈ ദൂത് മനസ്സിലാകുന്നുണ്ടോ? അവിടെ വായിക്കുന്നു 2-ാമത്തെ പോയിന്റ്, 11-ന്റെ 2-ാമത്തെ പോയിന്റ്. നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസീസുകാരനായ ശൗൽ എന്ന് പേരുള്ള ഒരുവനെ അന്വേഷിക്ക. അവൻ പ്രാർത്ഥിക്കുന്നു. ഹലോ, എന്റെ ദൈവദാസ, എന്റെ പ്രവാചകനെ, എന്റെ പ്രവാചകയെ, എന്റെ ദൈവദാസിയെ, നിന്റെ സമയമാവേ. ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. ശുശ്രൂഷ ഇല്ല എന്ന് പറഞ്ഞ് പലരും നിന്നെ പരിഹസിച്ച്, പലരും നിന്നെ നിന്ദിച്ച്, നിന്റെ പ്രവചനം ഫ്ലോപ്പായി പോയെന്ന് പറഞ്ഞ് പലരും നിന്നെ ആക്ഷേപിച്ച്, നിന്ദിച്ച്, പരിഹസിച്ച മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇതാ വാതിൽ തുറക്കുന്നു. സങ്കടപ്പെട്ട് കരയുന്ന ചില വിഷയത്തിന്റെ നടുവിൽ കഴിഞ്ഞ നാളുകൾ വിഷയങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി മനുഷ്യൻ അടച്ച വഴി ദൈവം തുറക്കപ്പെടുക. പ്രാർത്ഥിക്കുന്ന അനന്യാസിനു വേണ്ടി, ആരും ശ്രദ്ധിക്കപ്പെടാത്ത അനന്യാസിനു വേണ്ടി കുറ്റം പറഞ്ഞവിടെ നടുവിൽ പ്രവാചകനെ പലര് ആക്ഷേപിച്ച് നിന്ദിച്ചവിടെ നടുവിൽ, അപ്പോസ്തലനെ ആക്ഷേപിച്ച് നിന്ദിച്ചവിടെ നടുവിൽ, സുവിശേഷകനെ ആക്ഷേപിച്ച് നിന്ദിച്ചവിടെ നടുവിൽ, ഉപദേഷ്ടാവിനെ ആക്ഷേപിച്ച് നിന്ദിച്ചവിടെ നടുവിൽ, ഉപദേശകനെ ആക്ഷേപിച്ച് നിന്ദിച്ചവിടെ നടുവിൽ നിന്റെ സമയം തെളിയുകയാ. ഈ 6-ാം മാസം നിന്റെ സമയം തെളിയുകയാ. ഹല്ലേലൂയ. ആർക്കും അറിയപ്പെടാത്ത, ആർക്കും നിന്നെ പരിചയമില്ലാത്ത, നിന്നെ കൈക്കൊള്ളുവാൻ കഴിയാത്ത, ഇതുവരെ നീ കാലി ചവിട്ടാത്ത ആ പട്ടണത്തിലേക്ക് അനന്യാസേ ദൈവം നിന്നെ പറഞ്ഞു വിടുകയാ. ആത്മനിയോഗത്തിൽ ദൂത് പറയാ. ശൗലിനെ തൊട്ടതൊരു പക്ഷേ അനന്യാസിന്റെ കൈവെപ്പിന് വേണ്ടിയായിരിക്കാം. നിന്റെ കൈവെപ്പിനെ പുച്ഛിച്ച്, നിന്റെ പ്രവചനത്തെ തള്ളിപ്പറഞ്ഞ്, നിന്റെ രോഗശാന്തി എതിർത്ത് പറഞ്ഞവിടെ
നടുവിൽ, നിന്റെ കൃപ നഷ്ടപ്പെട്ടു പോയെന്ന് എതിർത്ത് പറഞ്ഞവിടെ നടുവിൽ ദൈവം അനന്യാസിനെ എഴുന്നേൽപ്പിച്ചു. കരമടിച്ച് ഓ റബ ശക ലബ റബ ചൂടാമാനാഹസ്തേ ഹല്ലേലൂയ. പലരും പറഞ്ഞല്ലോ കൃപ നഷ്ടപ്പെട്ടു പോയി, കൃപ നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരു സാധ്യതയില്ലെന്ന്, ഇനി ഒരു വിടുതലില്ലെന്ന്, ഇനി നിന്റെ മിനിസ്ട്രി ആളും നിന്റെ മിനിസ്ട്രിക്കകത്ത് ആള് വരത്തില്ലെന്ന്, അതുകൊണ്ട് ഇവിടം വിട്ടു വെക്കോ എന്നൊക്കെ പറഞ്ഞവർ ഇന്നും നിന്നെ കളിയാക്കി, ഇന്നും നിന്നെ പരിഹസിച്ച്, ഇന്നും നിന്നെ പട്ടണത്തിൽ ഒറ്റപ്പെടുത്തി മാനസികമായി ചില തിക്താനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവദാസനെ, എന്റെ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ആരാണ് ശൗൽ? ഈ ശൗല് കിടുകിട വിറപ്പിച്ചവൻ, റോമന്റെ ഗവൺമെന്റിന്റെ അധികാരപത്ര കയ്യിലുള്ളവൻ, സ്വന്തമായി കപ്പലുള്ളവൻ, ഒരു ഭയങ്കര കോടീശ്വരൻ. അവന്റെ തലയിൽ കൈവയ്ക്കുക ദൈവം ഒരു ദൈവദാസനെ നിയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിച്ചേ, ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ദേശത്ത് നിന്ന് ഇല്ലായ്മപ്പെടുത്തുവാൻ ഒത്തിരി ഗൂഢാലോചനകൾ പ്രാർത്ഥിക്കുന്ന ദൈവദാസനെതിരെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസനെതിരെ, ദൈവദാസിക്കെതിരെ, അവന്റെ കുടുംബത്തിനെതിരെ കടന്നു വരുന്ന അപവാദത്തെ ഇന്ന് പകൽക്കാല അവൻ ശാസിച്ചുകൊണ്ട് ദൈവം അവനെ എഴുന്നേൽപ്പിക്കുകയാ. നീ എഴുന്നേറ്റ്, നീ എഴുന്നേറ്റ്, നീ എഴുന്നേറ്റ് ആത്മാവിൽ പറയാ. ഈ അനന്യാസ് മുട്ടിൽ ഇരിക്കാൻ തുടങ്ങി. അവൻ ചില ദിനങ്ങളായി അവന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്നു. 21 7 40 ദൈവം നിന്നെ പിടിച്ചിരുത്തിയത് വെറുതെയല്ല. നിന്റെ ശുശ്രൂഷ പുറത്തേക്ക് ഇറങ്ങാൻ പോകുകയാ, രാജ്യങ്ങളിലേക്ക്. കഴിഞ്ഞ നാൾ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരെങ്കിൽ ഇനി പോകുന്നത് കഴിഞ്ഞ തവണ പോയതുപോലെയല്ല. രാജ്യങ്ങളിലേക്ക് കൊണ്ടുചെന്ന്, പട്ടണങ്ങളിലേക്ക് കൊണ്ടുചെന്ന് ദൈവം നിന്നെ മാനിക്കും. നിന്റെ കൈവപ്പ് ഞാൻ കണ്ടിരിക്കുന്നു. അനന്യാസേ, നിന്റെ കൈവപ്പ് ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽക്ക, 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 പുറപ്പെടുക. ഹല്ലേലൂയ. കണ്ടോ ദൂത് കണ്ടോ? നിരാശപ്പെട്ടിരുന്നവൻ, ഹലോ, പല വാക്കുകൾ കേട്ട് ഒരു വീട്ടിനകത്ത് ഒറ്റപ്പെട്ടവളായി, തകർക്കപ്പെട്ടവളായി വാരിക്കെട്ടി ഇറങ്ങി അമ്മ വാടക വീട്ടിൽ ചെന്നിരുന്നിട്ടും നിനക്കൊരു സ്വസ്ഥത പോലും തരാതെ വന്ന, നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ശാപവാക്കുകൾ പറഞ്ഞ് നിന്നെ ഒതുക്കുന്ന ചില മേഖലകൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ആ പൂര്യ ദൈവം ഇന്ന് പകൽ അടിക്കാൻ പോകുകയാ. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ആമേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, ആമേ, വിളിക്കപ്പെട്ടവരുമുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട്. ആമേ, അല്ല, ദൈവം തെരഞ്ഞെടുക്കാത്ത ഒരാൾ പോലും ഇതിനകത്ത് വന്നിട്ടില്ല. ഇതിനകം ഈ ഹോള് നിറഞ്ഞിരിക്കുന്ന ദൈവ പൈതല് ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാ നീ യോഗത്തിൽ വന്നത്. ഇന്ന് പകൽക്കാല നീ വെറും കൈ വീശി പോകത്തില്ല, നീ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് പോകത്തില്ല. കാരണം നിന്റെ കൂടെ യേശുവുണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ട്, 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 ഉണ്ട്. ഉറപ്പുള്ളവർ കരമടിച്ച് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ ശൗൽ ആരെന്നറിയാമോ? ശൗലിന്റെ പേര് കേട്ടാൽ വിറയ്ക്കും. ശൗലിന്റെ പേര് കേട്ടാൽ വിറയ്ക്കും. കണ്ടോ, അങ്ങനെ ഒരു മനുഷ്യനെ ദൈവം തൊട്ടിരിക്കുക. ഞാൻ പറയാം, ചില അനന്യാസമാർ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുകയാ. നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു. അവൻ ഇപ്പോൾ പലരും പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ പ്രവചനങ്ങൾ ഫ്ലോപ്പായി പോയി, അത് ഇതുവരെ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞ് നിന്റെ ശുശ്രൂഷയെ കളിയാക്കി, നിന്നെ മാനസികമായിട്ട് നിന്നെ ഭാരപ്പെടുത്തി, നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മനുഷ്യൻ പറയുക. കാരണം കൃപ ഉള്ളവന്റെ അകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം തെരഞ്ഞെടുത്തവന്റെ അകത്ത് അവൻ ദൈവം വസിക്കുന്നുണ്ട്. മനുഷ്യൻ പലതും പറയും, സംഘടനകൾ പലതും പറയും, ആമേൻ, സഭക്കാർ പലതും പറയും, വിശ്വാസികൾ പലതും പറയും. പക്ഷെ നീ അത് കേൾക്കരുത്. നിന്റെ അകത്തിരിക്കുന്നവനാരാ? ഇന്ന് പകൽക്കാലം അവൻ പുറത്തു വരാൻ പോകുകയാണ്. നിന്റെ ശുശ്രൂഷ, നിന്റെ
നിന്റെ പ്രവചന, നിന്റെ വെളിപ്പാട്, നിന്റെ രോഗശാന്തി ഇതാ പുറത്തു വരുന്നു. ദൈവദാസി, നീ അടച്ചുമുട്ടിയ മുറിക്കകത്ത് നീ മുഴങ്കാല് മടക്കിയെങ്കിൽ നിന്നെ കൊണ്ട് ദൈവം കൈവപ്പിക്കോ, നിന്റെ ദൈവം എഴുന്നേൽപ്പിക്കോ. അനന്യാസേ, എന്റെ ദൈവദാസ, അനന്യാസേ, ദൈവദാസ, നിന്റെ തല ഉയരാൻ പോകുകയാ. ആമേ. എവിടെ നീ ദൂത് കേട്ടോമേ? ഞാനൊരു ദൂത് പറയാ. യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന സ്നേഹിത, എന്റെ ദൈവദാസ, എവിടെ നീ തകരപ്പെട്ടോ, എവിടെ നീ ഇറങ്ങിപ്പോയോ, നിന്റെ ദേശം വിട്ട് ഇറങ്ങിപ്പോയോ, നീ വാരിക്കെട്ടി നിന്റെ ദേശത്തുനിന്ന് ഓട്ടിച്ചോ, ഒരുപക്ഷെ ജപ്തിയാഹ, ഒരുപക്ഷെ കടഭാരമാഹ, ദൈവം നിന്നെ ആ സ്ഥാനത്ത് മടക്കിക്കൊണ്ടുവരും. കാട്ടാക്കടയിൽ വെച്ച് ദൈവം നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ, കൊച്ചാമെ കാട്ടാക്കടയിൽ വെച്ച് ദൈവം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ, ആമെ കോട്ടയത്ത് കൊണ്ടിട്ട് കൊച്ചിയിൽ കൊണ്ടിട്ട് അനുഗ്രഹിക്കുന്നവരല്ല, പകരം കാട്ടാക്കടയിൽ തന്നെ നിന്നെ മാനിക്കുന്ന ദൈവം. ആമെ പലരെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയവരെ ദൈവം മടക്കിക്കൊണ്ടുവരും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആമെ എമ്മൗസിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ഭാര്യയും ഭർത്താവിനെ അവിടെ കാണുവാൻ കഴിയും. ആമേ, സ്തോത്ര, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അവരുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് അവർ ആ പട്ടണം വിട്ടിറങ്ങിപ്പോകുമ്പോൾ യേശു താനും അവരോട് ചേർന്ന് നടന്നു. ആമേ, ഹല്ലേലൂയ. വഴിയിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെന്ന് പോലും അറിയാതെ വണ്ണം അവരുടെ കണ്ണിന് നിരോധിച്ചിരുന്ന കർത്താവ് നിന്റെ കുടുംബത്തിൽ വന്ന ആ വിള്ളലുകളെ, ആ ക്യാപ്പിനെ അടച്ചുകൊണ്ട് ആ വിള്ളലുകളെ ആമേ ഫില്ല് ചെയ്ത് എൻ്റെ യേശു നിന്റെ കൂടെ നടകൊണ്ടെങ്കിൽ കയ്യഭാവേ, മറിയേ, നീ എവിടെ നിന്നാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടിറങ്ങിയത്? ആമേ, കയ്യഭാവേ, നീ എവിടെ നിന്നാണ് ആമേ പ്രതീക്ഷ നഷ്ടപ്പെട്ടിറങ്ങിയത്? പ്രതീക്ഷ നഷ്ടപ്പെട്ടിറങ്ങിയിടത്ത് നിന്നെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ബൈബിളിൽ ആമേ നീയും ഞാനും അറിയാതെയാ എന്നെ അവൻ തെരഞ്ഞെടുത്തതെങ്കിൽ നിന്റെ പ്രാർത്ഥനാ മുറികൾ മറുപടിയില്ലാതെ മുഴങ്കാലം മടക്കി 7 നാള് 21 ദിനങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്നു. അതുകൊണ്ട് എഴുന്നേൽക്ക. അനന്യാസേ, അതാണ് ദൂത്. ദൈവദാസനെ അനന്യാസേ, ദൈവദാസനെ അനന്യാസേ, എഴുന്നേൽക്ക. നേർവീതി എന്ന പേരിൽ ഒരു ഭവനത്തിൽ നിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ പോവുക. ചിലതിനെ അഭിഷേകം ചെയ്യുക. പിടി കിട്ടാത്ത ചിലതിന് ഒറ്റ വെളിപ്പാട് മതി, ഒറ്റ പ്രവചനം മതി, അന്തരീക്ഷം മാറും. മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ ഇടത്ത്, മറ്റുള്ളവർ പുച്ഛിച്ച സ്ഥാനത്ത്, മറ്റുള്ളവർ നിനക്കെതിരെ ആക്ഷേപം പറഞ്ഞ് പരിഹാസം പറഞ്ഞ് നിന്നെ കള്ളപ്രവാചകനെന്ന് മുദ്രകുത്തി, നീ കള്ളപാസ്റ്ററെന്ന് മുദ്രകുത്തി നിന്നെ പരിഹസിച്ചവിടെ നടുവിൽ നിന്നെ വെളിപ്പെടുത്താൻ സമയമായി. അനന്യാസേ, നീ ആരെന്ന് വെളിപ്പെടാൻ പോകുകയാ. നീ എന്തിനാ ഭയപ്പെടുന്നേ? ദൈവം പറഞ്ഞ സ്ഥലത്ത്, ദൈവം പറഞ്ഞ വീട്ടിൽ, ദൈവം പറഞ്ഞവന്റെ ഉച്ചയിൽ നീ കൈവച്ചാ മതി. നീ മറ്റൊന്നും നോക്കണ്ട. ഹല്ലേലൂയ. ഒറ്റ കൈവപ്പ്, ഒറ്റ കൈവപ്പ് ബൈബിളിനെ പിടിച്ച് കുലുക്കിയെന്ന്. ഒരു ശൗല് 9 കൃപാവരെ പ്രാപ്തനാക്കി ദൈവം വേർതിരിച്ചത് ഒരു ദൈവദാസന്റെ കൈവപ്പിൽ കൂടിയാ. ദൈവദാസ, നീ കൈവച്ചവർ ഒരുപാട് പേരുണ്ട്. നിന്റെ കൂടെ നടന്നവർ ഒരുപാട് പേരുണ്ട്. നീ ഭക്ഷണം മേടിച്ച് കൊടുത്ത് കഴിച്ചവർ ഒരുപാട് പേരുണ്ട്. നീ വസ്ത്രം മേടിച്ച് കൊടുത്ത് അത് ഉടുത്ത് നടന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ നിന്റെ അവസ്ഥ അടച്ചുപൂട്ടിയ മുറിക്കകത്ത, നീ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത. കാരണം കൈവിട്ട് പോയ ചിലത് തിരിച്ചു പിടിക്കേണ്ട സമയം. കൈവിട്ട് പോയ ചിലത് കൂടെ നടന്നവർ ഒറ്റുകൊടുത്തു, കൂടെ നടന്നവർ കുറ്റം പറഞ്ഞു. എന്നാൽ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. നിന്നിൽ ക്രിസ്തു വെളിപ്പെടുന്നു, നിന്നിൽ ക്രിസ്തു വെളിപ്പെടുന്നു. നിന്റെ പ്രവചനം മടങ്ങി വരട്ടെ, നിന്റെ ശുശ്രൂഷ മടങ്ങി വരട്ടെ. കരമടിച്ചു കർത്താവ് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹലോ, ഈ പട്ടണത്തിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ചിലതിൻ്റെയൊക്കെ കെട്ടഴിക്കാനാ.
ഈ പട്ടണത്തിൽ ദൈവം മേമലയിൽ വിതുരെ നിന്നെ തെരഞ്ഞെടുത്തത് ചിലതിന്റെ കെട്ടഴിക്കാനാ. പരിഹസിച്ചവന്റെ നടുവിൽ, തള്ളി പറഞ്ഞവന്റെ നടുവിൽ, പിള്ളേരെ കളിയാക്കിയവന്റെ നടുവിൽ ചിലതിന്റെ കെട്ടഴിക്കുക ദൈവം നിന്നെ ഉപയോഗിക്കും. ഹലോ, കരമടിച്ചു കർത്താവിന് സ്തോത്രം ചെയ്യും. നിന്റെ കുടുംബത്തിൽ ദൈവം ചിലരെ അയക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിൽ ചിലരെ ദൈവം അയക്കാൻ പോകുകയാ. അത് പക്ഷെ ഞാൻ പ്രവചിച്ചു പറയാ, ആദാര അനന്യാസായിരിക്കാം, ആദാര അനന്യാസായിരിക്കാം. അനന്യാസ് വരുന്നുണ്ട്, അനന്യാസ് വരുന്നുണ്ട്. കഴിഞ്ഞ നാൾ കളിയാക്കിയവൻ അതാണ് അനന്യാസ്. കൃപയില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ, ആമേ പ്രവചന ആമേ ഫ്ലോപ്പായി പോയെന്ന് പറഞ്ഞവരുടെ നടുവിൽ അനന്യാസ് എഴുന്നേൽക്കുന്നുണ്ട്. ഹോ, അനന്യാസ് എഴുന്നേൽക്കുന്നുണ്ട്, അനന്യാസ് എഴുന്നേൽക്കുന്നുണ്ട്. അനന്യാസ് നിന്റെ ഭവനത്തിൽ വരുന്നുണ്ട്. ഒരു കൈവപ്പ്, ഒരു കൈവപ്പ്. കരമടിച്ച്, കരമടിച്ച്. ദൈവം ഇനിയും നിന്റെ കുടുംബത്തിൽ നിന്ന് ചിലരെ കൂടെ വിടുവിക്കാനുണ്ട്. നിന്റെ പ്രാർത്ഥനയെ കുറ്റം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും സ്വസ്ഥത തരാതെ നിന്റെ കൂടെ സ്നാനപ്പെട്ട നിന്റെ ഭർത്താവ് ഇപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോയി. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ വണ്ണം ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് കരയുന്ന സഹോദരി, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാൻ പോകുകയാ. ചിലതിനെ കൂടെ ദൈവ തെരഞ്ഞെടുത്ത് നിന്റെ കൂടെ ഇരുത്തി തരാ. പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീര് നീ ഒഴുകിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീർത്തുള്ളി പ്രാർത്ഥനയുടെ മുമ്പിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ പാദത്തിലാണ് വീണതെന്ന് ഉത്തമ ബോധ്യമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് ആ ദൂത് സ്വീകരിക്കട്ടെ. ഞാനൊരു ആത്മീയ ദൂത് കൂടി പറയാം. എന്നെ പരിശുദ്ധാത്മാവ് തെള്ളുകയാ, പ്രേരിപ്പിക്കുക. നിന്റെ വീട്ടിൽ നിന്റെ ആരാധനയ്ക്ക് ചിലർ തടസ്സമാണെന്ന് ദൈവത്തിനറിയാം. ആ തടസ്സത്തെ നീക്കിത്തരുവാൻ, ആ തടസ്സത്തെ മാറ്റിത്തരുവാൻ എൻ്റെ ക്രിസ്തുവിന് കഴിയുക. കാരണം ദൈവം നിയോഗമുള്ളതിനെ ആർക്കും അടച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ഇന്നലകളിൽ മറുപടിയില്ല എന്ന് കുറ്റം പറഞ്ഞ് നിന്നെ കളിയാക്കിയില്ലേ അനന്യാസേ, നിന്റെ സമയം തെളിഞ്ഞു വരികയാ. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്തൊരു പ്രയർ ആരംഭിക്കാൻ പോകുകയാ. നിന്റെ വീട്ടിനകത്തൊരു ആരാധന വെളിപ്പെടാൻ പോകുകയാ. നിന്റെ കണ്ണുനീരിന്റെ മറുപടി വെളിപ്പെടാൻ പോരുകയാ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തതിനെ, ദൈവം തെരഞ്ഞെടുത്തതിനെ ദൈവം മാനിക്ക തന്നെ ചെയ്യും. മാനിക്കത്തക്ക നിലവാരത്തിൽ ദൈവം നിന്റെ തലയെ ഉയർത്തും പട്ടണത്തിൽ. ഹല്ലേലൂയ. ഇപ്പോൾ അനാവശ്യമായ വാക്കുകളായിരിക്കാം നിനക്കെതിരെ അടിച്ചുവിടുന്നതെങ്കിൽ നിന്റെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീ ഇറങ്ങിത്തിരിച്ച സ്ഥലത്ത് തന്നെ ദൈവം നിന്നെ മടക്കി വരുത്തി ആ ശുശ്രൂഷ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം ആ സ്ഥാനത്ത് നിന്നെ ഉറപ്പിക്കുക. അനന്യാസേ, ദൈവദാസ, എന്റെ പ്രവാചക, നീ ഒരിക്കലും തളർന്നു പോകരുത്. നിന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വേഗത്തിൽ ഒരു ഭാഗത്തിൽ കൂടി വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹക്കായി പ്രവചന, ഹക്കായിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം ഒന്ന് വായിച്ചേ. ഹക്കായി, ആമേ, ഹക്കായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 18-19 വചനഭാഗത്തെ കൂടി ഒരാളൊന്ന് വായിച്ചേ. യെസ്, ഹക്കായി 975 തോന്നുന്നു പേജ് നമ്പർ. വായിച്ചോ. ആമേൻ. നിങ്ങൾ ഇന്ന് തൊട്ട്, വായിച്ചോ, മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ട ദിവസം തുടങ്ങി ഉള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവീൻ. 19, ഭിത്തിനിയം കളപ്പുരയിൽ കിടക്കുന്നുവോ,
മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഈ ദൂത് അങ്ങോട്ട് പിടിച്ചെടുക്ക്. ഇന്നു മുതൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. നീ മുഴങ്കാലും അടക്കിയത്, നീ കണ്ണുനീരൊഴുകി കരഞ്ഞത്, നീ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു. കേട്ടോ, ഒറ്റ കൈവപ്പിൽ അല്ലേ നീ വെച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. തെരഞ്ഞെടുത്തവന്റെ ഭാവി ഒറ്റ നിമിഷം കൊണ്ട് ദൈവം തുറക്കാൻ പോകുകയാ. ആമേ ഹല്ലേലൂയ. നേരം ആമേ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ. ഞാൻ പറയാ, നിമിഷ നേരം കൊണ്ട് ചിലത് വെളിപ്പെടും. ഹലോ, നിമിഷ നേരം കൊണ്ട് ചിലത് വെളിപ്പെടും. വിശ്വാസമുണ്ടോ? ഉറപ്പുണ്ടോ? ധൈര്യമുണ്ടോ? കരമടിച്ച ദൂത് സ്വീകരിക്ക്. നിമിഷ നേരം കൊണ്ട് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേ, വിത്ത് ജീനിയ കളപ്പൂരകൾ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലുമരവും കാക്കുന്നില്ലയോ? നിന്റെ തടസ്സത്തെ മാറ്റുക ഈ പ്രാർത്ഥനയ്ക്ക് കഴിയോ? ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത ആമേ ഹല്ലേലൂയ ചിലത് പദ്ധതികൾ വെളിപ്പെട്ടു വരോ. ദൈവം ചിലത് തെരഞ്ഞെടുത്തെങ്കിൽ ആ നഷ്ടപ്പെട്ട കൃപകൾ, ആ പ്രാർത്ഥനകൾ മടങ്ങി വരട്ടെ. ഹലോ, തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ വിടുതൽ ഒറ്റ രാത്രി സംഭവിച്ചു. പിടികിട്ടിയില്ല. തെരഞ്ഞെടുക്കപ്പെട്ട പത്രോസിന്റെ വിടുതൽ ഒറ്റ രാത്രി സംഭവിച്ചു. എവിടെയാ? കാരാഗ്രഹത്തിൽ. കണ്ടോ, പട്ടാളത്തുകാരെല്ലാം ഫ്ലോപ്പായി. അമ്മാരുടെ പീരങ്കിയെല്ലാം അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷെ ദൂതനകത്ത് കയറിയെന്ന് വല്ലതും പിടികിട്ടിയോ? ആനയെ കൊണ്ട് വലിച്ചു പൂട്ടുകയും വലിച്ചു തുറക്കുകയും ചെയ്യുന്ന ആമ ഇരുമ്പ് വാതിൽ താനെ തുറന്നു. സ്തോത്രം. ഒന്നാം കാവലും രണ്ടാം കാവലും മറികടന്നു. ഇതാരു വഴി? ദൈവമയച്ച ദൂതൻ വഴി. നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങുന്നുണ്ട്. ചില തടസ്സങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, ചില ഉന്നതമായ പദവികളിൽ, ചില നഷ്ടപ്പെട്ടതിനെ പതിമടങ്ങ് ഇരട്ടിയായി ദൈവം മടക്കിക്കൊണ്ടുവരും. നീ നിരാശപ്പെട്ടു പോകത്തില്ല. നീ ഒരിക്കലും തോറ്റു പോകത്തില്ല. ആരൊക്കെ നിന്റെ കുതികാൽ വെട്ടുവാൻ പദ്ധതി ഒരുക്കിയോ, പദ്ധതി ഒരുക്കിയവന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ ദൈവം അവസരത്തെ ഒരുക്കുന്നുണ്ട്. കരമടിച്ച് ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവചനം 2:23 കൂടി ഒന്ന് വായിച്ചേ. ഹഗ്ഗായി 2:23 കൂടി ഒന്ന് വായിച്ചേ. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്റെ ദാസനായി യെശയ്യാലിന്റെ മകനായ സെരുബ്ബാബേലേ ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കി എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്തത്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ദൂത് വിഴുങ്ങാൻ പറ്റോ? ഈ സന്ദേശം കേൾക്കുന്ന നിന്നെ ദൈവം ഒരു മുദ്രമോതിരമാക്കി മാറ്റാൻ പോകുക. ദൈവം ഒരു മുദ്രമോതിരമാക്കി മാറ്റാൻ പോകുക. എഴുന്നേറ്റ് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത. യെസ്, ഒരു തീ പോലെ പടർന്നിടുന്നു.
ഈസ് എ സീസൺ ഓഫ് അനോയിന്റിംഗ്. ലോകത്തിന്റെ അറ്റത്തോളം അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അഭിഷേകം ഒരു തീ പോലെ പടരുന്നു, കാറ്റായി വീശുന്നു. ഇത് കാഴ്ചക്കാരുടെ സമയമല്ല, ഇത് പ്രാപിക്കുന്നവരുടെ സീസൺ. അതെ, ലോകം യേശുവിന്റെ വരവിനായി ഒരുങ്ങുന്നു. ഇത് അന്ത്യകാല അഭിഷേകം. രാജ്യങ്ങൾ യേശുവെ അറിഞ്ഞിടുന്നു, ജനം ഒരുങ്ങിയിടുന്നു. ഇത് അഭിഷേകത്താൽ ശത്രുവിൻ കെട്ടുകൾ അഴിഞ്ഞിടുന്നു, ലോകം കണ്ടിടുന്നു. ഇത് അഭിഷേകത്താൽ രാജ്യങ്ങൾ